അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പൊ തന്നെ പറയാണ്, ആവശ്യമുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. അതായത് ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല എന്നെ വീഡിയോ കാണുന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ കേരള ലോട്ടറി ട്രിക്ക് പറഞ്ഞിട്ട് ഏകദേശം 2022 മുതൽ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. 22, 23, 24, 25 4 കൊല്ലത്തോളായി. അതിന് മുന്നേ തന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. അന്ന് നമ്മുടെ കയ്യിൽ മൊബൈലും കാര്യങ്ങളൊന്നും അത്രയ്ക്ക് ഇല്ലാത്തതുകൊണ്ടും നമ്മൾ അതിനെക്കുറിച്ചൊന്നും വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ റിസൾട്ട് ഒക്കെ കൊണ്ടുവന്നത് 2017, 18 ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ റിസൾട്ട് ഒക്കെ മേടിച്ചുകൊണ്ട് നോക്കാറുണ്ടായിരുന്നു. അങ്ങനെ വെറുതെ നോക്കാണ്, നമുക്കൊന്നും അറിയില്ലായിരുന്നു ആ സമയത്തൊന്നും, നമ്പറുകളെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ അത് മേടിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ റിസൾട്ട് ഒരുപാടായപ്പോൾ ബാഗിലാക്കി വെച്ചാണ്. പിന്നെ മഴയത്ത് മഴ വന്നിട്ടും പിന്നെ എലി കടിച്ചിട്ടൊക്കെ ഒക്കെ നാശമായി പോയി. പേപ്പറുകളൊക്കെ എടുത്ത് ആ സമയത്ത് നമ്മളത് കുറെ എന്റെ പെണ്ണൊക്കെ അടിച്ചുകൂട്ടി കത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കത്തിക്കണ്ടായിരുന്നില്ല. എന്താ കാരണം വെച്ചാൽ ഇതുപോലെ കാണിച്ചു തരാം ആ സമയത്ത് അതും കൂടി ഉണ്ടെങ്കിൽ കറക്റ്റ് ആയെന്നെ. ഇത് കണ്ടില്ലേ, ഇത് മുഴുവൻ കേരള ലോട്ടറി റിസൾട്ടാണ്. ഇത് ഏറ്റവും താഴെയുള്ളത് 2022 22, 23, 24, 25 ഉണ്ടല്ലോ. 22, 23, 24, 25 4 കൊല്ലത്തെ 4 കൊല്ലം ഫുൾ ആയിട്ടുണ്ടാവില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടിയിൽ 2022 പകുതി ഉണ്ടാവുള്ളൂ ചിലപ്പോൾ. നോക്കിയോട്ടെ, ഏറ്റവും അവസാനമുള്ളത് നോക്കിയോട്ടെ. ഞാനല്ലേ ഏറ്റവും അവസാനത്തെയാണ് ഈ നിലയ്ക്ക് കാണുന്നത്. ഇതിന്റെ ഡേറ്റ് നിങ്ങൾ നോക്കിയേ, അതെ ഇതിന്റെ ഡേറ്റ് ഇവിടെ ഉണ്ടാവും, കണ്ടില്ലേ? 6/7/2022 അന്നത്തെ. അപ്പൊ അവിടെ നോക്കിയിട്ടുള്ളത് ഇവിടം വരെയുള്ള റിസൾട്ടിന് ഈ കാണുന്നത് മുഴുവനും ഒരടക്കായി. അപ്പൊ ഇതൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് നോക്കാൻ നമുക്ക് പ്രാന്തായിട്ടല്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ 2 രൂപയാണ് ഇതിന്റെ വില കേട്ടോ. ആടാ, ഇത്രയും 2 രൂപയാണെങ്കിൽ കുറെ കാശായിട്ടുണ്ട്. എങ്കിലും ടിക്കറ്റ് എടുത്തത് എത്ര കാശൊന്നും ഇതിൽ പോയിണ്ടാവില്ല. ഇത് ഉള്ളത് കൊണ്ട് നമുക്ക് എന്തുണ്ടായി, ഇത് മേടിച്ചു കൊണ്ടുവന്ന് ഡെയിലി നോക്കുന്നത് കൊണ്ട് എന്തുണ്ടായി, നമുക്ക് കുറെ അറിവുകൾ കിട്ടി. 0 മുതൽ 9 വരെയുള്ള നമ്പറുകളിൽ ഒരു കുന്തും എനിക്ക് അറിഞ്ഞിരുന്നില്ല. നമ്മളൊക്കെ പണ്ട് ലോട്ടറി എടുക്കുമ്പോൾ ആദ്യമൊക്കെ നമ്മളൊരു നമ്പർ എടുക്കുന്നു, ഒന്നും അറിഞ്ഞിരുന്നില്ല. ലോട്ടറി അവിടെ നിന്ന് ഇവിടുന്ന് കാണുമ്പോഴൊക്കെ എടുക്കും. നമ്മളെന്താ കണക്കൂട്ടി ആദ്യമൊക്കെ ടിക്കറ്റ് എടുക്കുക, നമ്മളെ ഭാഗ്യ നമ്പർ. ഒരാള് എന്റെ 3 ഭാഗ്യ നമ്പർ, അപ്പൊ ഞാൻ ലാസ്റ്റ് 3 എടുത്തു. ചിലർ പറയും എന്റെ 9, അപ്പൊ 9 എടുത്തു. ചിലർ 7 എടുക്കും. അങ്ങനെ നോക്കിയിട്ടാണ് എടുത്തിരുന്നത്. അവനവന്റെ ഓരോ ഇഷ്ട നമ്പർ നോക്കി ടിക്കറ്റ് എടുക്കും. ഒരു തേങ്ങ അടിക്കാറില്ല. അങ്ങനെ അടിക്കാണ്ട് നമ്മൾ ഈ പണിക്ക് പോകുന്ന സമയത്തൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പണിക്ക് പോകുന്ന ടൈമിലൊക്കെ നമ്മൾ ഒരെണ്ണം ഇപ്പൊ ഞാൻ പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ആ പെയിന്റ് കയ്യുമായിട്ട് നമ്മളെല്ലാ പണിയും ചെയ്യണ്ട. അപ്പൊ പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കയ്യുമ്പോ പെയിന്റ് ആയിട്ടുള്ളതാ, അപ്പൊ ഒന്നില്ല. അപ്പൊ അങ്ങനെ ബാക്കിയുള്ള ആൾക്കാർ ഓരോരുത്തർ ബാക്കി നമ്പർ സെലക്ട് ചെയ്തിട്ട് ലാസ്റ്റ് 3 എടുക്കുന്ന ആൾക്കാരും 7 എടുക്കുന്ന ആൾക്കാരും 8 എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാനൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ലാസ്റ്റ് 3 എന്റെ ബാക്കി നമ്പർ. കാണുന്നവർക്കൊക്കെ 3 എടുക്കും. ഇതിങ്ങനെ ബാഗിലിട്ട് കാലത്ത് മുമ്പ് 2 വൈകിട്ട് മുമ്പ് 2, അല്ല കാലത്ത് മുമ്പ് ഉച്ചയ്ക്ക് 2, അങ്ങനെ എടുത്തെടുത്ത് നമ്മൾ സഞ്ചിയിൽ, അതായത് പണിക്ക് പോണ ബാഗിൽ ഇട്ട് വയ്ക്കും. ഒരു തേങ്ങ അടിക്കാറില്ല. വന്ന് നോക്കുമ്പോൾ അതിലൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ നമ്മൾ ബാഗിൽ തന്നെ ഈ റിസൾട്ട് കുന്നുകൂടിയതുപോലെ നിങ്ങൾ എടുത്ത് വെച്ച് നോക്കി. ടിക്കറ്റ് കുന്നുകൂടി. ഈ അടക്ക ടിക്കറ്റ് ഞാൻ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോഴല്ല, 2019 19 ഞാൻ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. ഇനി ടിക്കറ്റ് എടുക്കില്ല എന്ന് പറഞ്ഞിട്ട്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നും അടിക്കുന്നില്ല. അങ്ങനെ എന്തുകൊണ്ട് ഇത് അടിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒരു ടെക്നിക്ക് കിട്ടുമോ കിട്ടില്ല എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബിലും അവിടെ സെർച്ച് ചെയ്ത് ലോട്ടറി ട്രിക്ക്, ലോട്ടറി ഗസ്സിങ്, അല്ലെങ്കിൽ ലോട്ടറിയുടെ എന്തെങ്കിലും ലക്കി നമ്പർ കണ്ടെത്താൻ വല്ല വഴിയുണ്ടെന്നൊക്കെ ചോദിച്ചു യൂട്യൂബിലൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ട്രിക്ക് പറയുന്ന ആൾക്കാരും ഇല്ല, തേങ്ങില്ല. അങ്ങനെ അവസാനം ഞാൻ തന്നെ 2 രൂപ റിസൾട്ട് മേടിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ നോക്കിയും കണ്ടുപിടിച്ച് കുറെ കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെ നോക്കുമ്പോൾ എന്നിട്ട് നമ്പറുകളെ കുറിച്ച് അറിയാതെ ഒരു കാര്യം നടക്കില്ല എന്ന് മനസ്സിലായി. അങ്ങനെ നമ്പറുകളെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചിട്ട് നമ്പർ 0 മുതൽ 9 വരെയുള്ള എല്ലാ നമ്പറുകളും നമ്മൾ അതിൽ ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള നമ്പർ എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ട്രിക്ക്, അതായത് ട്രിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടെത്തുന്നതാണ്. അതായത് നമ്പറിന്റെ പ്രത്യേകതകളല്ല. ഇപ്പൊ ഒരു പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന ഒരു സംഭവമല്ല. പ്രൈം നമ്പർ സത്യമാണ്, അത് ഓൾറെഡി ഉള്ള ഒരു കാര്യമാണ്. ഒരു കോമ്പോസിറ്റ് നമ്പറോ, ഒരു പ്രൈം നമ്പറോ, ഒരു ക്യൂബ് നമ്പറോ, ഒരു ക്രഞ്ചിങ് നമ്പറോ, കാപ്രൈക്കർ നമ്പറോ, അല്ലെങ്കിൽ ഒരു 3, 6, 9 ലോജിക്കോ, 3, 6, 9 മൊത്തത്തിലുള്ള പരിപാടി ഒന്നും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഇതൊക്കെ ഓൾറെഡി ഉള്ളതാണ്. പക്ഷെ ഇതൊന്നും അറിയാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഇതൊന്നും എനിക്കും അറിഞ്ഞിരുന്നില്ല. എനിക്കിത് എന്തൊരു പ്രൈം നമ്പർ അല്ലെങ്കിൽ എന്താ കോമ്പോസിറ്റ് നമ്പർ, എനിക്ക് ഒരു കാര്യം അറിഞ്ഞിരുന്നില്ല. നമുക്ക് ആകെ അറിയുന്നത് 0 മുതൽ 9 വരെ ഒറ്റ നമ്പറാണ്. ഇതിൽ കാണുന്ന ടിക്കറ്റൊക്കെ എടുത്തിരുന്നു. നമ്പറുകളെ കുറിച്ച് പഠിച്ചപ്പോഴാണ് അയ്യോ ഇതിൽ ഈ വക പരിപാടിയൊക്കെ ഉണ്ടാകും. കോമ്പോസിറ്റ് നമ്പർ ഉണ്ട്, സ്ക്വയർ നമ്പർ ഉണ്ട്, ക്യൂബ് നമ്പർ ഉണ്ട്, ഇങ്ങനെ നമ്പറുകളുണ്ട്, സൈക്ലിക്കൽ നമ്പർ, അങ്ങനെ ഒരുപാട് നമ്പറുണ്ടല്ലോ. ഇതിനെയൊക്കെ കുറിച്ച് അറിയാൻ കുറച്ച് ക്യൂരിയോസിറ്റി കൂടി. അതായത് നമുക്ക് നല്ല ഒരു ഇത് വന്നപ്പോൾ അതിനെക്കുറിച്ച് എല്ലാതും മനസ്സിലാക്കി.
അങ്ങനെ മനസ്സിലാക്കിയ നമ്പറുകളെ പ്രത്യേകതകൾ ഉണ്ടല്ലോ. ഒരു പ്രൈം നമ്പർ ഇന്നതാണ് പ്രൈം നമ്പർ എന്ന് മനസ്സിലായി. എനിക്ക് മനസ്സിലായതുപോലെ തന്നെ അത് എങ്ങനെയാന്നുള്ളത് ഞാൻ യൂട്യൂബിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് പ്രൈം നമ്പർ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാനുള്ള കഴിവ് എന്തായാലും മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. ഒരു പ്രൈം നമ്പർ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളത്. സാധാരണ പഠിപ്പിച്ചിരുന്നത് 1, 3, 7, 9, 1 പ്രൈം നമ്പറാന്ന് പറയും. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 1, 7 വന്നു കഴിഞ്ഞാൽ പ്രൈം നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അപ്പൊ അങ്ങനെ അതൊന്നും പഠിപ്പിച്ച് അത് ഞാൻ ഗൂഗിളിൽ പോലും സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ അതൊക്കെ ഞാനത് അങ്ങനെയുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് നമ്പറുകളെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കി നമ്മൾ അതിൽ കൂടി ഒരുപാട് ട്രിക്കുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കുറെ ട്രിക്കുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടേതായ ഒരുപാട് ട്രിക്കുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 10-200 വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലൊരു 50 വീഡിയോസ് വേസ്റ്റ് ആണെന്ന് വിചാരിച്ചു. എന്തെങ്കിലും കാരണം കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും വീഡിയോ ഇട്ടുണ്ടാവും. ഒരു 150 ട്രിക്കെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും. അപ്പൊ ഇനി ട്രിക്ക് ഇല്ല. കാരണം ഇതില് നമ്പറുകളെ പ്രത്യേകത അറിയാന്നുള്ളതാണ്. അതിലിപ്പോ ആകെ ഉള്ളത് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പോലെ നമ്പറുള്ള പേരുകൾ വെച്ചിട്ടുണ്ട് അതിന്റെ പ്രത്യേകത. സ്ക്വയർ നമ്പർ ആണെങ്കിൽ ഇന്നത്, ക്യൂബ് നമ്പർ ആണെങ്കിൽ ഇന്നത്, കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ ഇന്നത്, പ്രൈം നമ്പർ ഇന്നത്, 3, 6, 9 ലോജിക് പരമായിട്ട് അതും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അത് പോരാതെ 8ന്റെ പ്രത്യേകത, അല്ലെങ്കിൽ 7ന്റെ പ്രത്യേകത, 9ന്റെ പ്രത്യേകത, 6ന്റെ പ്രത്യേകത, 2ന്റെയും 3ന്റെയും പ്രത്യേകത, അങ്ങനെ എല്ലാ നമ്പറുള്ള പ്രത്യേകതകളും നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ പ്രത്യേകതകളും അതിന്റെ ലോജിക് പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല. അതായത് ഇനി നമ്മൾ കണ്ടെത്തണം. നമ്മൾ എത്രയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് കണ്ടെത്തിയ ആൾക്കാരുണ്ടാവായിരിക്കാം. പ്രൈസ് കിട്ടിയവരുണ്ട്, കിട്ടാത്തവരുണ്ട്. കിട്ടാത്തവരുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് ആൾക്കാർക്ക് പ്രൈസ് അടിച്ചിട്ടില്ല എന്ന്. ഇത് വെറും ഉടായ്പാണ്. വെറും ഉടായ്പായിരിക്കാം. ടിക്കറ്റ് എന്ന് പറയുന്നത് വെറും ഉടായ്പാണ്. ഞാൻ അന്ന് മുതൽ ഇപ്പോഴും പറയാതെ പറയുന്ന ഒരു കാര്യമാണത്. നമ്മൾ ലോട്ടറി എടുക്കുകയാണെങ്കിൽ ലോട്ടറി നോക്കിയും കണ്ടൊക്കെ എടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലോട്ടറി പരമാവധി എടുക്കാതിരിക്കുക എന്നുള്ള ആ ഒരു മെത്തേഡിലാണ് നമ്മൾ പറയുന്നത്. അതാർക്കും മനസ്സിലാവുന്നില്ല. പക്ഷെ അത് വിറ്റ് പോണ ആൾക്കാർക്ക് അവർക്കും കണ്ടുപിടിക്കണ്ടേ എന്ന് കരുതിയിട്ട് നാട്ടുകാരെ കാശ് കളയാനും പറ്റില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇനിയിപ്പോ ലോട്ടറിയുടെ കാര്യത്തിൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഈ അന്നൊക്കെ ഞാൻ ഒരുപാട് ലോട്ടറി എടുത്ത് കളഞ്ഞിരുന്നു. ഇപ്പൊ ലോട്ടറി എടുക്കാറില്ല. ഈ എപ്പോഴെങ്കിലും. ഇപ്പൊ പ്രത്യേകിച്ച് അറിയാലോ, ഓൺലൈനും കാര്യങ്ങളൊക്കെ നമ്മൾ ബാൻ ചെയ്തതുകൊണ്ട് ഇപ്പോഴും അതിൽ ലോട്ടറി എടുക്കുന്നുണ്ട് ആൾക്കാർ. പരമാവധി എടുക്കല്ലേ, എടുത്ത് നിങ്ങളുടെ അക്കൗണ്ടൊക്കെ പൂട്ടിപ്പോകും. നമ്മുടെയൊക്കെ 3 അക്കൗണ്ട് പൂട്ടി പോയിട്ടുള്ളതാണ്. അത് ഇതുവരെ ശരിയായിട്ടില്ല. അപ്പൊ അതിൽ ഞാൻ ആ പൈസ അതിലിപ്പോഴും എടുക്കുന്നുണ്ട്. 2500 രൂപയോളം ആ ഓൺലൈൻ ലോട്ടറിയുടെ ആപ്ലിക്കേഷനിൽ എടുക്കുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കളിച്ച് കളയാന്ന് വിചാരിച്ചിട്ട് അവൈറ്റർ എന്നുള്ള ഗെയിം അറിയാലോ, അതിലൊക്കെ പോയി കളിക്കും തോറും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കരുത്. ഇപ്പൊ ഈ 2500 എന്നുള്ള സംഭവം 7000 രൂപ ആയിട്ട് കിടക്കുന്നുണ്ട്. എന്താ കാരണം വെച്ചാൽ അത് കളിക്കും തോറും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ആപ്ലിക്കേഷനുള്ള സമയത്തൊക്കെ വിഡ്രോ ചെയ്യാൻ പറ്റിയ സമയത്തൊക്കെ ഞാൻ നല്ലോണം എനിക്ക് കാശ്, എന്റെ പോയ കാശൊക്കെ ഞാൻ അതിൽ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഓക്കെയാണ്. അതിനുശേഷം ഇപ്പൊ ഞാൻ അതിൽ ലോട്ടറി എടുക്കുന്നില്ല. നമുക്ക് പുറത്തെടുക്കാൻ തോന്നുന്നില്ല. ലോട്ടറി എടുക്കാറില്ല ഞാൻ. ഇപ്പൊ ഞാൻ എടുത്തിട്ടില്ല. ഏകദേശം ഒരു 1-1.5 ആഴ്ചയായിട്ട് ലോട്ടറി എടുക്കാറില്ല ഞാൻ. ഇപ്പൊ ലോട്ടറി എടുക്കണം നിർബന്ധമല്ല. ഓക്കെ, കാരണം വെച്ചാൽ നമുക്ക് പൈസ കിട്ടില്ല. നമുക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ നമ്മൾ നോക്കിയും കണ്ടൊക്കെ എടുക്കുക. ഇപ്പൊ നമ്മൾ ഒരാള് പെട്ടെന്ന് ഒരു നാളെ ലോട്ടറി എടുക്കുന്നതാണ് പോയി എടുക്കാതിരിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. പെട്ടെന്ന് ലോട്ടറി എടുക്കണ്ട. നിങ്ങൾക്ക് ഒരു ചാൻസ് നമ്പറൊക്കെ കണ്ടെത്താം. ഞാൻ പറഞ്ഞല്ലോ 150 വീഡിയോസുകൾ ഇതിൽ ചെയ്യുന്നുണ്ടാവും ട്രിക്ക് പരമായിട്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് ലോട്ടറി എടുക്കാതിരിക്കുക, അതൊക്കെ ചെയ്തോ, കുഴപ്പമില്ല. ഇപ്പൊ ലോട്ടറി ട്രിക്ക് എന്ന് പറയാൻ മാത്രം ഇനി ഒന്നുമില്ല. ഒരുവിധം ഞാൻ എല്ലാതും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മള് പറയാനുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഞാൻ ചിലപ്പോ ഒരു ട്രിക്കൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇന്നാള് ഒരു നമ്പർ 18ന്റെ നമ്പറും 19ന്റെ നമ്പറും, അതുപോലെ 27ന്റെ നമ്പറും 28ന്റെ നമ്പറും അങ്ങനെ 4 നമ്പർ കൂട്ടിയെടുക്കാം, 6 നമ്പറും കൂട്ടിയെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 36ന്റെയും 37ന്റെയും നമ്പറുകൾ. അപ്പൊ അതിലൊക്കെ നമ്മൾ പറഞ്ഞു നിർത്തിയ ഒരു കാര്യങ്ങളുണ്ടോ, നെക്സ്റ്റ് ഇനി അതിനെക്കുറിച്ച് പറയാന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ചില വീഡിയോസിലൊക്കെ ഞാൻ അടുത്തതിൽ പറയാം ഒന്നും കൂടി വ്യക്തമായിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് നിർത്തി വെച്ചിട്ടുള്ള ചില വീഡിയോസുകൾ ഉണ്ടാവും. അതിന്റെയൊക്കെ ബാക്കി കാര്യങ്ങൾ പറയാന്നല്ലാതെ ഇനി വേറൊന്നുമില്ല. കാരണം ഇതിൽ അവസാനം ഞാൻ പറഞ്ഞല്ലോ 9ന്റെ ഒരു ഇതിന്റെ കളികൾ തന്നെയായിരുന്നു. ആ 9ന്റെ കളിയൊക്കെ അത്യാവശ്യം ഞാൻ എല്ലാ വക ട്രിക്കുകളും പറഞ്ഞു തന്നിട്ടുണ്ട്. 9ന്റേതായ രീതിയിൽ 9ന്റെ പല ട്രിക്കുകളും അല്ലെങ്കിൽ എഴുതി കാണിച്ചിട്ടും അല്ലെങ്കിൽ എഴുതി വെച്ച ആ ഒരു മെത്തേഡ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. 3, 6, 9ന്റെ ലോജിക്കും അതിന്റെ രീതിയും പാറ്റേണും എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്കറിയാവുന്ന ട്രിക്കുകളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ട്രിക്ക് എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് നമ്പറുകളെ പ്രത്യേകത വെച്ചിട്ട് നമ്മൾ കണ്ടെത്തുക, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും നമ്മൾ ഓരോ ട്രിക്കുകൾ നമ്മളായിട്ട് കണ്ടെത്തിയിട്ട് പറഞ്ഞു തരണം. അപ്പൊ ഞാൻ ഏകദേശം ഒരുപാട് പറഞ്ഞ കാരണം ഇനി എനിക്കൊന്നും പറയാനില്ല. കാരണം ഞാൻ മടുത്തു. കാരണം മടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന് കണ്ടുപിടിക്കുന്നത്, പണി കഴിഞ്ഞ് വന്ന് നോക്കി ഇരുന്ന് കണ്ടുപിടിച്ച് പിറ്റേ ദിവസം പണിക്ക് പോയിട്ട് വരുമ്പോൾ അത് മറക്കണം. എന്തായിരിക്കും ഇന്നലെ ആ നമ്പർ വന്നാലൊക്കെ അല്ലേ നമ്മൾ ഇങ്ങനെ ഇന്ന രീതിയിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു തരാനും പറ്റുള്ളൂ. അപ്പൊ ഇനിയൊന്നും ഇല്ല.
കത്തിക്കല് കഴിഞ്ഞു ലോട്ടറി ട്രിക്കിന്റെ. ഈ ലോട്ടറി ട്രിക്ക് അവനവൻ സ്വന്തമായിട്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരുപാട് ട്രിക്ക് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് എടുക്കുക. ഇന്നാളെ ഒരു കമന്റ് ഞാൻ കണ്ടു, നിങ്ങൾ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ഇതെന്ന് പറഞ്ഞാൽ 7ന്റെ ഗുണിതാണ്. അപ്പൊ അത് ആൾ അത്രയും വാച്ച് ചെയ്തിട്ടുണ്ട്, ആൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം. അപ്പൊ ആ പറഞ്ഞ ആൾക്ക് ആ 7ന്റെ ഗുണിതം ആൾക്ക് ആ 14 7ന്റെ ഗുണിതങ്ങളായിട്ടുള്ള ആ നമ്പർ ഉണ്ടല്ലോ, അത് മനപ്പാടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ കാണുന്ന ടിക്കറ്റിൽ എടുത്ത പരിപാടി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ അത് ഇഷ്ടപ്പെട്ടവർക്ക് അത് ഇഷ്ടപ്പെടും. 9ന്റെ ട്രിക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അവർ മനസ്സിലാവും 9ന്റെ ട്രിക്ക് അതിനേക്കാളും സൂപ്പറാന്നുള്ളത് മനസ്സിലാവും. അപ്പൊ അത് നോക്കേണ്ട രീതി എഴുതി വെച്ച് നോക്കണം. ഇതാകുമ്പോൾ 7ന്റെ ഗുണിതം മാത്രം മനസ്സിലാക്കിയാൽ മതി, അത് വെച്ച് കാണുന്ന 4 നമ്പർ എടുക്കാന്നുള്ളതാണ്. അതുപോലെ 6ന്റെ 6 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന ഒരു നമ്പറെ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അവിടെ 2 കൊണ്ട് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു നമ്പറിനെ 6 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാം. അപ്പോൾ അവിടെ 2, 3, 6 ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് വരുന്നത്. അപ്പൊ അതിന്റെ ട്രിക്ക് അതൊക്കെ മനസ്സിലാക്കുന്നവർക്ക് അത് വെച്ച് മാത്രം നോക്കിയാൽ മതി. ആ കുറച്ച് അങ്ങനത്തെ 6ന്റേതായിട്ടുള്ള പിന്നിൽ പോകുന്ന ആൾക്കാർക്ക് അത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. 7ന്റെ ഇഷ്ടപ്പെടുന്നവർ അത് മാത്രം നോക്കുക. 9ന്റെ ട്രിക്കാണ് ഇഷ്ടമുള്ളത്. 9ന്റെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് ട്രിക്ക് പറഞ്ഞു, അത് മാത്രം നോട്ട് ചെയ്യുക. 8ന്റെ ആണെങ്കിൽ 8ന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. 8 ഉലകം എനിക്ക് റാമയ്യ എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ ചെയ്ത് 8ന്റെ ആൾക്കാർക്കായി. ഇനി പ്രൈം നമ്പർ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രൈം നമ്പർ വെച്ച് നോക്കുക. സ്ക്വയർ നമ്പർ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ. കോമ്പോസിറ്റ് നമ്പർ വെച്ചിട്ട് അതിന്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അത് അതിന്റെ കാര്യം എല്ലാത്തിനും കൂട്ടി കുഴച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 പൈസ കിട്ടില്ല. ഓക്കെ, അപ്പൊ ഇനി സ്വന്തമായിട്ട് ഓരോ ട്രിക്ക് നിങ്ങൾ നമ്മളെ വീഡിയോസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ട്രിക്ക് കണ്ടെത്തുക. പിന്നെ ഞാൻ നിർത്തി വെച്ചത് ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോസിൽ ഈ പറഞ്ഞ പോലെ 7ന്റെ ഒരു കാര്യം ഞാൻ നിർത്തി വെച്ചിട്ടുണ്ട്. അതായത് 7 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന നമ്പറിന്റെ ട്രിക്ക്. അതായത് ഓരോ 7ന്റെ ഗുണിതത്തിലും 2, 4, 6, 8 കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായത്. ഒരു കുറച്ച് നമ്പറുകളൊക്കെ എഴുതി കാണിച്ച്. പക്ഷെ അതിന്റെ ബാക്കി ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ, അതും വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ പറഞ്ഞു നിർത്തിയതിന്റെ ബാക്കി അങ്ങനത്തെ ഒരു വീഡിയോസ് ഒക്കെ ചെയ്യാന്നല്ലാതെ ഇനി പുതിയതായിട്ടൊരു ട്രിക്ക് വീഡിയോ ഇല്ല. ഇനി എനിക്ക് കണ്ടെത്താനുള്ളത് ABC ആണ്. ആകപ്പാടിൽ ABC എന്ന് പറയുമ്പോൾ അത് മാത്രമാണ് നമുക്കൊരു പ്രശ്നം. അതിൽ ലാസ്റ്റ് ഒരു നമ്പർ കിട്ടുന്നുള്ളൂ ഞാൻ നോക്കുമ്പോൾ. പിന്നെ നമ്മൾ അന്ന് പറഞ്ഞിട്ടുള്ള LCM ആ വക കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ആ കിട്ടുന്ന ഐഡിയ പറഞ്ഞിട്ട് പിന്നെ ഞാൻ മറക്കും. അത് അവിടെ കിടക്കുന്നുണ്ട്. ആ വീഡിയോ വീണ്ടും പോയി നോക്കണം. അത് വെച്ചിട്ട് തന്നെ നോക്കി വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും പിടി കിട്ടും. അപ്പൊ അത് വെച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഈ ABC കളിക്കുന്ന ആൾക്കാർ വിളിക്കാറുണ്ട്. അപ്പൊ അത് അറിയുന്നവര് അത് വെച്ച് നോക്കുക. ഓരോരുത്തരും ഓരോ ട്രിക്ക് ഉപയോഗിച്ച് അതിനനുസരിച്ച് നോക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ലോട്ടറി എടുക്കണോ എടുക്കണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പരമാവധി എടുക്കാതിരിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ താല്പര്യമുള്ളവർ ലോട്ടറി എടുത്ത് കാശ് കളയാതിരിക്കുക ചെയ്തു. പക്ഷെ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ട്രിക്കുകളൊക്കെ വെറും ഉടായ്പന്ന് മാത്രം ആരും പറയണ്ട. ഈ ട്രിക്ക് വെച്ചിട്ട് നമ്പർ എന്നെ പോലെ 0 മുതൽ 9 വരെയുള്ള വെറും നമ്പറാണ് എന്ന് മാത്രം വിചാരിക്കുന്ന ആൾക്കാർക്ക് അതിനേക്കാളും കൂടുതൽ അറിവ് നമ്മളെ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. അത് ഉറപ്പായിരുന്നു. അതായത് നമ്പറുകളിൽ ഇത്രയും പ്രത്യേകതകളൊക്കെ ഉണ്ടാ എന്നുള്ള ആ ലോജിക്കായാലും ഒരു ട്രിക്കായാലും അല്ലെങ്കിൽ അതിന്റെ പേരുകളായാലും അതിന്റെ മെത്തേഡായാലും ഒരുപാട് അറിവുകൾ എൻ്റെ ഈ ചാനലിൽ ഞാൻ കണ്ടെത്തിയതായാലും അല്ലാതെയും സത്യസന്ധമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളായാലും ഒരു പ്രൈം നമ്പർ തന്നെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് പോലും എന്റെ വീഡിയോ കണ്ടിട്ട് ഇന്നതാണ് പ്രൈം നമ്പർ എന്ന് മനസ്സിലാക്കിയ ആൾക്കാർ ഉണ്ട്. കോമ്പോസിറ്റ് നമ്പർ ഇന്നതാണ്, അല്ലെങ്കിൽ അതിന് ഇത്ര ഘടകങ്ങളൊക്കെ ഉള്ള നമ്പറാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരറിവും ഇല്ലാത്ത ആൾക്കാർക്ക് കുറച്ച് അറിവ് പറഞ്ഞു കൊടുക്കാൻ പറ്റിയതാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യം. എനിക്ക് നല്ല ഉറപ്പുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് അറിവ് കിട്ടിയിട്ടുണ്ടാവും. എനിക്കും കിട്ടിയിട്ടുണ്ട്. കിട്ടിയതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിൽ ട്രിക്കൊന്നുമില്ല. നമ്മൾ എവിടേക്കോ ഏതൊക്കെയോ വീഡിയോസുകളിൽ ബാക്കി നിർത്തിയിട്ടുണ്ടാവും. അത് പിന്നെ പറയാം, അടുത്ത വീഡിയോയിൽ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിട്ടുപോയിണ്ടാവും. അപ്പൊ അത് ഏതൊക്കെ വീഡിയോസാണ് ഏതൊക്കെ ട്രിക്കുകളാന്നൊക്കെ നോക്കിയിട്ട് അതിന്റെ ബാക്കി ചെയ്യാന്നല്ലാതെ ഇനി ട്രിക്കുകളൊന്നും ഇല്ല, അവസാനിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ബാക്കികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പിന്തുടർന്ന് വീണ്ടും ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ ഇതിൽ വേറൊരു ട്രിക്കില്ല. 9ന്റെ ട്രിക്ക് എല്ലാ ട്രിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതൊക്കെ അവസാനിച്ചു. ഓക്കെ, ഇനി വീണ്ടും പറഞ്ഞ വീഡിയോസിൽ തന്നെ ബാക്കികളുണ്ടോ നോക്കട്ടെ. അപ്പൊ നമുക്ക് എന്തായാലും അതിന്റെ ബാക്കി ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ ഈ ഒരു സംഭവം കണ്ടല്ലോ, ഇത് മുഴുവൻ റിസൾട്ട് ആണ്. കാരണം ഇനിയും ഇതൊക്കെ നോക്കണമെങ്കിൽ റിസൾട്ട് ഇങ്ങനെ മേടിച്ച് കൊണ്ടുവരണം. ഇത് എത്ര പാട്ടവർക്കുകൾ വന്നിട്ട് ചോദിച്ചാന്നറിയോ, അവരിത് എടുത്തിട്ട് പോകാൻ നോക്കി, നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ എന്തായാലും ലോട്ടറി എടുക്കുന്നവരൊക്കെ ഒന്ന് നോക്കി കണ്ടെടുക്കുക. ട്രിക്കിന്റെ വീഡിയോസ് ഒക്കെ ഈ പറഞ്ഞ പോലെ ഇനി അധികമൊന്നും വരാൻ സാധ്യതയില്ല. ഇനി കുറെ പാട്ട് മൂത്ത് ഡാൻസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ വെച്ചിട്ടുണ്ട്. വേറെ ഒരു പരിപാടിയില്ല, പണിയുണ്ട്. പണി കളഞ്ഞിട്ടുള്ള പരിപാടിയില്ല. കാരണം ഇത് 2 രൂപ കൊടുത്ത് മേടിച്ചോണ്ട് നമ്മൾ ഇതിങ്ങനെ കുത്തിരുന്ന് നോക്കി ലോട്ടറി ട്രിക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പണിക്ക് പോയാൽ കാശ് കിട്ടും. അപ്പൊ നിനക്ക് വേറെ പണിയൊന്നും ചോദിക്കുന്നില്ല ആൾക്കാര്. നമുക്ക് പണിക്ക് പോയി കഴിഞ്ഞാൽ 1100 കൂലിയുണ്ട്. അത് കളഞ്ഞിട്ട് ഇവിടെ ഇരുന്നിട്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല എന്തായാലും.
അപ്പൊ എന്തായാലും ഓക്കെ, ബൈ ബൈ, സി യു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ ട്രിക്കുകളെയും ബാക്കി രണ്ടാമത്തെ എപ്പിസോഡ് ആവാം, ചിലപ്പോൾ മൂന്നാമത്തെ ആവാം, നാലാമത്തെ ആവാം, ബാക്കിയായിട്ട് ഓരോ ട്രിക്കുകൾ വീണ്ടും വീണ്ടും പറയുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇത്രയും കാലം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. താങ്ക്സ് ഓൾ. അപ്പോൾ ഓക്കെ.